നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകി ഭരണസമിതി. തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ നഗരസഭയുടെ കൃത്യമായുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഭരണസമിതി പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ഭരണസമിതി നോട്ടീസ് നൽകി. മുനിസിപ്പൽ ആക്ടിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഭരണസമിതി പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രമേയത്തിന് പിന്നാലെ വസ്തുതകൾ മറച്ചുവെക്കാൻ സെക്രട്ടറി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഭരണസമിതി രംഗത്തെത്തി. ഇതോടെ നഗരസഭയിൽ ഭരണപരമായ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ, കൌൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച, പ്രധാന ഫയലുകളിൽ സ്വമേധയാ തീരുമാനമെടുക്കൽ, വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് സെക്രട്ടറിക്കെതിരെ ഭരണസമിതി ഉന്നയിക്കുന്നത്. മുതിർന്ന പൗരനോട് സെക്രട്ടറി മോശമായി പെരുമാറിയെന്ന് ചെയർപേഴ്സണ് പരാതി ലഭിക്കുകയും ഇത് ചൂണ്ടിക്കാട്ടിയ ചെയർപേഴ്സണെതിരെ സെക്രട്ടറി അസഭ്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തെന്നും ആരോപണമുണ്ട്. നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് നഗരസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ പറഞ്ഞു. ഇന്ന് രാവിലെ ഫ്ലെക്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർമാരെ ഒരു യോഗം വിളിക്കുകയും അത്യാവശ്യം 2 കൗൺസിലർമാർ കൂടി ഫ്ലെക്സ് എടുക്കുന്നത് വളരെ അനിവാര്യമാണെന്നും ഫ്ലെക്സ് മൂലം പല അപകടങ്ങളും സംഭവിക്കുകയാണെന്നും ഇത് എടുത്തു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി UDF കൗൺസിലർമാരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചെയർപേഴ്സന്റെ ചേംബറിൽ വിളിച്ചു ചേർക്കുകയും ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ കുറിച്ച് ഈ നഗരത്തിലെ 85 വയസ്സായ 5.5 ലക്ഷം രൂപ ഈ നഗരത്തിന് ടാക്സായി അടയ്ക്കുന്ന ഒരു വക്കീൽ വരികയും ആ വക്കീലിനോട് അപമര്യാദയായി പെരുമാറുകയും ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം പരാതി പറയുകയുണ്ടായി. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ ധിക്കാരപൂർവമായ മറുപടി ചെയർപേഴ്സണോട് പറയുകയും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല എന്നെ നിയമിച്ചേക്കുന്നതെന്നും എനിക്ക് എൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ നിലക്ക് നിർത്താൻ അറിയാമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായി ചെയർപേഴ്സണോട് സംസാരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സെക്രട്ടറി വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കണം, ചെയറിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തരത്തിലൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ, ഞാൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ ധിക്കാരത്തോടു കൂടി സംസാരിക്കേണ്ടായി. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ വരുന്ന ജനങ്ങളെയെല്ലാം ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രീതി വന്നപ്പോൾ അതുപോലെ തന്നെ ചെയർപേഴ്സന്റെ ലോഗിനിൽ കയറി സെക്രട്ടറി ഇടപാടുകൾ ചെയർപേഴ്സന്റെ ലോഗിനിൽ സെക്രട്ടറി ഇടപാടുകൾ നടത്തുകയും കൗൺസിലിന് ഒരു നിലയിലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ കൗൺസിൽ ഒരു പ്രമേയം പാസാക്കി സെക്രട്ടറിയെ ഈ നഗരസഭയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞതു മുതൽ സെക്രട്ടറി വളരെ അസ്വസ്ഥതയാവുകയും വളരെ പ്രകോപനപരമായ രീതിയിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ ആളുകളെ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ ധിക്കാരപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് അറിയാമെന്നുള്ള രീതിയിൽ വരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സംസാരം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കോക്കസിന്റെ കൈവശത്താണ്. ശരിക്കും പറഞ്ഞാൽ സെക്രട്ടറി, സൂപ്രണ്ട്, ശ്രീകല, അതുപോലെ തന്നെ മറ്റ് 1-2 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഈ ഓഫീസിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിനും ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈ നഗരസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയാണ്. ഒരിക്കലും ഈ നഗരസഭ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനത്തിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥനുമായി യോജിച്ചു പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടറി ഇന്ന് പല അപവാദങ്ങളും ചെയർപേഴ്സന്റെ പേരിൽ പറഞ്ഞു വരികയും സമരങ്ങളുമായി മുമ്പോട്ടേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശക്തമായി UDFന്റെ കൗൺസിലർമാരും അതിനെ പ്രതിരോധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് ആ റൂമിന് ലോക്കില്ല. ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് പ്രകോപനപരമായി സംസാരിച്ചപ്പോൾ
ഇവര് പറയുന്നത്, ഈ സെക്രട്ടറി പറയുന്നത് മാന്യതയില്ലാത്ത വാക്കുകളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് പറയുകയുണ്ടായി. ഈ വാക്കുകളെല്ലാം റെക്കോർഡ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും ചെയർപേഴ്സൺ ഔദ്യോഗികമായിട്ട് വിളിച്ച മീറ്റിംഗിൽ ചെയർപേഴ്സന്റെ റൂമിലാണ് സെക്രട്ടറി വന്നിട്ടുള്ളത്. സെക്രട്ടറിനെ പറയുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂറിനെതിരെയും സെക്രട്ടറി മോശം പരാമർശം നടത്തിയതായും ആരോപണമുണ്ട്. പൊതുജനങ്ങളോടുള്ള ധാർഷ്ട്യപരമായ പെരുമാറ്റവും ഭരണസമിതി ചൂണ്ടിക്കാണിക്കുന്നു. സെക്രട്ടറിയെ അടിയന്തരമായി സ്ഥലം മാറ്റുകയും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുമാണ് ഭരണസമിതിയുടെ ആവശ്യം. അടുത്ത കൗൺസിൽ യോഗത്തിൽ പ്രമേയം പാസാക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.